ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وَإِذَا رَأَيْتَهُمْ تُعْجِبُكَ أَجْسَامُهُمْ وَإِنْ يَقُولُوا تَسْمَعْ لِقَوْلِهِمْ كَأَنَّهُمْ خُشْبٌ مُّسَنَّدَةٌ يَحْسَبُونَ كُلَّ صَيْحَةٍ عَلَيْهِمْ هُمُ الْعَدُوُّ فَاحْذَرْهُمْ قَاتَلَهُمُ اللَّهُ فَأَنَّى يُؤْفَكُونَ. رب اشرح لي صدري വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിലൂടെ ആരാണ് ഖവാരിജുകളെന്നും ആ ഖവാരിജുകളാണ് പിന്നീട് ഇസ്ലാമിക ലോകത്ത് മുനാഫിക്കീങ്ങൾ എന്നറിയപ്പെട്ട വിഭാഗമായി മാറിയതെന്നും അവരാണ് യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ ഉത്ഭവമെന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയുണ്ടായി. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ മുനാഫിക്കീങ്ങൾ ആര് എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ കൊടുക്കുന്ന മറുപടി അത് ഖവാരിജുകളാണ് പ്രവാചകത്വത്തിനു ശേഷം മുനാഫിക്കീങ്ങളായി ഖവാരിജുകളായി അവതരിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയത്തെ ഉൾക്കൊള്ളാതെ മുസ്ലിം വേഷമായി മാറുകയും ഞങ്ങളൊക്കെ വലിയ വിശ്വാസികളാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വിശ്വാസം അഭിനയിക്കുകയും എന്നാൽ അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് ഇസ്ലാമിന്റെ കാര്യങ്ങളോട് യാതൊരുവിധ താൽപര്യവും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന കൂട്ടരായിരുന്നു ഇസ്ലാമിക ലോകത്ത് ആദ്യ കാലഘട്ടത്തിൽ ഖവാരിജീങ്ങളുടെ ജീവിതത്തിലുണ്ടായ സ്വഭാവം. ആ മുനാഫിക്കീങ്ങളായ ഖവാരിജുകളുടെ അതേ സ്വഭാവത്തോടുകൂടി ജീവിക്കുന്ന ചില ആളുകൾ ഇന്നും മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടത്തിലുണ്ട്. വിശ്വാസം കൊണ്ട് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറയുമെങ്കിലും കർമ്മം കൊണ്ട് മുനാഫിക്കീങ്ങളായ പലരും ഇന്ന് നമ്മളെ കൂട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിശ്വാസിയായി അഭിനയിക്കുകയും എന്നാൽ സൗകര്യത്തിനും തരത്തിനുമനുസരിച്ച് അവനവന്റെ വിശ്വാസത്തിൽ കപടത കാണിക്കുന്ന ആളുകൾ, കപട മനസ്സോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. നമ്മളൊക്കെ പറയാറില്ലേ, നമ്മളോടൊക്കെ ചേർന്ന് നിൽക്കുമ്പോ, നമ്മളുമായി ഇടപെടുമ്പോ ആള് നല്ല വിശ്വാസിയാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും
തക്കം കിട്ടിയാൽ ഏറ്റവും വലിയ പാരപണിയാൻ കാത്തുനിൽക്കുന്ന, നമ്മുടെ വളർച്ചയിലും നമ്മളെ സന്തോഷത്തിലും വലിയ മനോവേദനയോടെ ജീവിക്കുന്ന യഥാർത്ഥ മുനാഫിക്കീങ്ങൾ. ചുരുക്കിപ്പറഞ്ഞാൽ നല്ല ഇബാദത്തുണ്ടാകും, പക്ഷേ ജീവിതത്തിൽ ആളത്ര വെടിപ്പുണ്ടാവുകയില്ല. അവനിടപെടുന്ന സാമ്പത്തിക രംഗത്ത്, കുടുംബരംഗത്ത്, മറ്റേത് രംഗത്തും ആള് നല്ല ഇബാദത്ത്, നല്ല മുത്തക്കിയുടെ കോലവും രൂപവുമുണ്ടെങ്കിലും ആള് സ്വഭാവത്തിൽ അത്ര നീറ്റാവുകയില്ല എന്ന ഒരു രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അത്തരക്കാരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഏറ്റവും മനോഹരമായ ഒരു ഉപമയിലൂടെ അവരെ വർണ്ണിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം തന്നെ അവരെക്കുറിച്ച സൂറത്തുൽ മുനാഫിഖൂൻ. ആ മുനാഫിക്കീങ്ങളുടെ ലക്ഷണത്തെക്കുറിച്ചും അവരുടെ ഉപമയെക്കുറിച്ചും ഇസ്ലാമിക ലോകത്ത് വിശ്വാസികളെയും വിശ്വാസി കുടുംബങ്ങളെയും ഏറെ വേദനിപ്പിക്കുന്ന അക്കൂട്ടരെപ്പറ്റി അള്ളാഹു പരിഗണിച്ചത്, റബ്ബ് പരിചയപ്പെടുത്തിയത് കഅന്നഹും ഖുശ്ബും മുസന്നദ, അവർ ചാരിവെക്കപ്പെട്ട പൊള്ളയായ മരത്തടിയെപ്പോലെയാണ് എന്ന രീതിയിലാണ് ഈ മുനാഫിക്കീങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബാക്കാര്യം ഓർമ്മപ്പെടുത്തി. എന്തേ ചാരിവെക്കപ്പെട്ടൊരു പൊള്ളയായ മരത്തടിയുടെ ഉപയോഗം? ഒരു ഉപയോഗവുമില്ല. ആ പൊള്ളയായ മരത്തടി ഉത്തരത്തിന് ആരും കേറ്റാറില്ല. അത് ചതിക്കും, അത് പൊളിഞ്ഞു വീഴും. ഇനി അങ്ങനെയുള്ള നിലവാരം കുറഞ്ഞ മരത്തടികൾ ആരും മറ്റൊരു മരത്തിലേക്ക് ചാരിവെക്കാറുമില്ല. നമ്മളൊക്കെ പറയാറില്ലേ, ഏതെങ്കിലും ഒരു കൂടടിക്കുമ്പോ ആളുകൾ ആദ്യം പറയുന്നത് ഇതിന്റെ 4 കാലും ചതുപ്പിടിക്കാത്ത നല്ലൊരു വസ്തുവാകണം, നല്ലൊരു മരം കൊണ്ട് ആ കാലടിക്കണം. കാരണം കാല് പൊള്ളയായാൽ അതിലൂടെ ചതല് വേഗം കേറും എന്ന് പറയുന്ന പ്രയോഗമാണ് റബ്ബ് നടത്തിയത്. കഅന്നഹും ഖുശ്ബും മുസന്നദ, പൊള്ളയായ മരത്തടികളാണ്, ചതല് പിടിക്കാൻ എളുപ്പമുള്ള മരത്തടിയാണ് യഥാർത്ഥത്തിൽ മുനാഫിക്കീങ്ങൾ. അവർ ചാരി നിൽക്കുന്നവരിലേക്കും ആ ചതല് പടരും. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു കാപട്യമുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാരനെ ഞാൻ ആ വഴിക്കുണ്ടോ? എന്റെ മനസ്സിലൊന്ന് വേലി ചാടണമെന്ന് തോന്നിയാൽ എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയും, നമുക്ക് യാത്ര പോകുമ്പം നാട്ടുകാരില്ലല്ലോ, കുടുംബക്കാരില്ലല്ലോ, നമുക്കെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, ആരറിയാനാ, ഞാനും ഈയൊക്കെയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ഒരു മുനാഫിക്കീത്തരം, ആ നിലക്കുള്ളൊരു കപടമായ മനസ്സ്. അത്തരക്കാരെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയത്. നബിയേ, വഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, ഇത്തരത്തിലുള്ള മുനാഫിക്കീങ്ങളായ മനസ്സിൽ നിഫാഖത്ത് കൊണ്ടു നടക്കുന്ന ആളുകളെ താങ്കൾ കാണുമ്പോ, തുഅ്ജിബുക അജ്സാമുഹും, അവരുടെ ശരീരഘടന താങ്കളെ അത്ഭുതപ്പെടുത്തും. ഭയങ്കര മുത്തഖിയായിരിക്കും, ആൾക്കാരോട് ദീനിനെ പറ്റിയൊക്കെ ഭയങ്കര സംസാരിക്കും. ഏതെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോ ആശ്ചര്യത്തോടെ അവർ ചോദിക്കും, എങ്ങോട്ടായി മുസ്ലിം സമുദായത്തിന്റെ പോക്ക്? എന്താപ്പ ഈ കുട്ടികളൊക്കെ ഒരു കഥ? എന്താ പണ്ടത്തെ തലമുറന്റെയൊക്കെ ഒരു സ്വഭാവം എന്നവർ ചോദിക്കും, പറയും. അവരുടെ ശാരീരിക ഘടന താങ്കളെ അത്ഭുതപ്പെടുത്തും ദീന് സംസാരിക്കുമ്പോ. അവരെ ജീവിതത്തിൽ മറ്റൊരാളെ കാണിക്കാൻ ദീന് പ്രയോഗിക്കുമ്പോ അവരുടെ ആ ശാരീരിക ഘടനയും പ്രയോഗവും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. പക്ഷേ വഇൻ യഖൂലു തസ്മഇ ലിഖൗലിഹിം, ഇനി അഥവാ ഏതെങ്കിലും ഉപദേശം ആരെങ്കിലും പറയുമ്പോ ചുറ്റുഭാഗത്തൊക്കെ അത് നോക്കാനും കേൾക്കാനും ആളുണ്ട് എന്ന് കാണുമ്പോ, വഇൻ യഖൂലു തസ്മഇ ലിഖൗലിഹിം, കാതുകൾ കൂർപ്പിച്ച് കണ്ണുകൾ കൂർപ്പിച്ച് നിങ്ങളുടെ ആ വയലവർ കേൾക്കും. നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങളെ സദസ്സിൽ അവർ വരും, ജുമയിൽ അവർ പങ്കെടുക്കും, ഖുർആൻ ക്ലാസ്സിൽ അവർ വരും. ആശ്ചര്യത്തോടെ ആ പ്രസംഗം മുഴുവനും അവർ കേൾക്കും. കഅന്നഹും ഖുശ്ബും മുസന്നദ എന്ന പേടിച്ച നബിയെ, അവർ ചാരിവെക്കപ്പെട്ടൊരു മരത്തടികളാണ്, മനസ്സിൽ കപടത കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അവർക്ക് ഈ ദീനിൽ പറയുന്ന ബദ്ധ്യതയും ഭക്തിയും അവരുടെ ഇടപാടുകളിലില്ല, അവരുടെ സ്വഭാവത്തിലില്ല, മറ്റൊരാളോടുള്ള പെരുമാറ്റത്തിലില്ല. അല്ലാഹു അല്ലാത്ത, അതല്ലെങ്കിൽ റബ്ബല്ലാത്ത മറ്റൊരു സൃഷ്ടിയില്ല, അല്ലാഹുവിൽ ഇലാഹില്ല എന്നൊക്കെ അവർ പറയുമെങ്കിലും ആളുകൾ കാണാത്തടത്തെത്തുമ്പോ അവർ തനി സ്വഭാവം കാണിക്കും, തനിക്കൊണം അവരുടെ ജീവിതത്തിലുണ്ടാകും. അവരുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ നബിയെ? യഹ്സബുഹും കുല്ല സ്വൈഹത്തിൻ അലൈഹിം, എന്തൊരു കാര്യം
അവർ കേൾക്കുമ്പോഴും അവർ വിചാരിക്കും ഒരാപത്തോടെയാ, ഒരു ശങ്കയോടെയായിരിക്കും അവർ ജീവിക്കുക. ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരാൾ വൈകുന്നേരം വിളിച്ചിട്ട് അവന്റെ ഫോണിലേക്കൊന്ന് പറയും, എന്നെ ഒന്ന് കാണണം, എന്നെ ഒന്ന് രഹസ്യമായിട്ട് കാണണം എന്ന് കേട്ടാ അവന്റെ ഉള്ളിങ്ങനെ പെടയും. ഞാൻ പറഞ്ഞോ കേട്ടോ, ഞാൻ കള്ളത്തരം കാണിച്ചോൻ അറിഞ്ഞോ, ഞാൻ ചെയ്തതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന ആപത്തിന്റെ ഭയപ്പാടോടുകൂടിയാണ് അവർ ജീവിക്കുക. വേറൊരാളെ മുഖത്തേക്ക് നോക്കി ചിരിക്കുമ്പോ അയാൾ ചിരിച്ചിട്ടില്ലെങ്കിൽ എന്റെ ചിരിക്കെന്റെ റബ്ബിന്റെ കൂലി കിട്ടി, അവൻ തിരിച്ചു ചിരിച്ചിട്ടില്ലേ അവനും പടച്ചോനും തമ്മിലാവട്ടെ നല്ല എങ്ങൻകാരുണ്ട് പേടിക്കുക. എന്തേ ഞാൻ ചിരിച്ചിട്ടോൻ ചിരിക്കാത്ത? ഞാൻ അന്ന് പറഞ്ഞവൻ കേട്ടോ, ഓനെപ്പറ്റി പറഞ്ഞത് ഓൻ കേട്ടിട്ടുണ്ടോ, ആ കുടുംബത്തെപ്പറ്റി പറഞ്ഞുണ്ടാക്കിയത് ഓൻ അറിഞ്ഞിട്ടുണ്ടോ? എന്താ പോന്റെ ഒരു ചിരിയില്ലായ്മ, കണ്ടിട്ടുണ്ടോ എന്തൊരു ലോക്യല്ലായ്മ എന്നൊരു യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം, എല്ലാ ശബ്ദങ്ങളും എനിക്കെതിരാണോ, എല്ലാവരും എന്റെ കള്ളത്തരം മനസ്സിലാക്കിയിട്ടുണ്ടോ, ഞാനുണ്ടാക്കി വെച്ച ചീട്ടുകൊട്ടാർ ഇപ്പൊ പൊളിയാണല്ലോ എന്നൊരു പേടി അവന്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹുമുൽ അദുവ്, നബിയെ അവർ നിങ്ങളുടെ ശത്രുക്കളാ, അവനാണ് യഥാർത്ഥ ശത്രു. പരസ്യമായി ശത്രുത കാണിച്ചു പോകുന്നവരല്ല ശത്രുക്കൾ. വേഷം ധരിച്ച് തന്റെ കൂടെ കൂടി ഉള്ളിൽ മുനാഫിക്കത്തരം കൊണ്ടു നടക്കുന്ന ഇക്കൂട്ടരാണ് താങ്കളെ ശത്രു. ഫഹ്സറുഹും, അവരെ തൊട്ട് താങ്കൾ മാറിക്കളയണം. ഖാത്തലഹുമുള്ള, അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ. അന്നാ യുഫകൂൻ, എങ്ങനെയാണ് അവർ മാറുന്നത്, എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹു തന്നെ പരിചയപ്പെടുത്തുന്നു. ഇത് മുനാഫിക്കീങ്ങളുടെ ലക്ഷണമായി ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം അവരെപ്പോഴും ഒരാശങ്കയിലായിരിക്കും. എന്റെ സ്വകാര്യ ജീവിതം, എന്റെ നല്ല ജീവിതം മറ്റൊരാൾ അറിയുമോ എന്ന പേടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ ആ സത്യത്തിന്റെ രീതിയിലേക്ക് മുൻപോട്ട് പോകാൻ മടി കാണിക്കുകയും ഒരു അഭിനയ ജീവിതവും നടത്തുമ്പോ അവരെന്നും അസ്വസ്ഥരായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ പോകുകയും നിവൃത്തികേടുകൊണ്ട് മദീനയിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുകയും എന്നിട്ട് പ്രവാചകനെ സഹായിക്കുന്ന അൻസാറുകളുടെ അരികിൽ ചെന്ന് ഈ മുനാഫിക്കീങ്ങൾ പറഞ്ഞു, ഒരിക്കലും മുഹാജിരീങ്ങൾക്ക് നിങ്ങളുടേത് കൊടുക്കരുത്. എന്തിനാപ്പം നിങ്ങളത് കൊടുക്കുന്നത്? അള്ള കൊടുക്കൂലേ അവർക്ക്, എന്തിനാപ്പം നമ്മൾ കൊടുത്തിട്ട് എന്ന് കൂടെ കൂടി വിശ്വാസികളെ അവര് നിരാശരാക്കി കൊടുക്കുന്നത് അവർ തടയാൻ തുടങ്ങി. മുനാഫിക്കീങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വഭാവം അതാ, വയംനഊനൽ മാഊൻ, എന്തെങ്കിലും ഒരു പരോപകാരം ചെയ്യേയില്ല, ചെയ്യുന്നതിട്ട് അനുവദിക്കുകയില്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യേയില്ല, ചെയ്യുന്നോലെ കണ്ട അവന് വലിയ ഇഷ്ടം ഉണ്ടാവൂല. അവനാന്റെ ഇബാദത്ത്, ഇന്റെ നിസ്കാരം, ഇന്റെ നോമ്പ്, ഇന്റെ ഖുർആനോത്ത്, അത് മതി എനിക്ക് എന്നൊരു ബോധത്തിൽ ജീവിക്കുന്ന ആളുകൾ മറ്റുള്ളവരോട് ചെയ്യേണ്ട കടമകളോ ഉത്തരവാദിത്തങ്ങളോ സമൂഹത്തിൽ ചെയ്യേണ്ട ബാധ്യതകളോ ഇതൊന്നും നിർവഹിക്കാതെ വെറുതെ ഒരു മുത്തഖീന്റെ വേഷം കെട്ടി അറേബ്യയിൽ ജീവിച്ച ആളുകളുടെ വേഷം ധരിച്ച് ആരോടും ഒന്നും മിണ്ടാതെ അവനാന്റെ ദീന് നന്നായാ മതി എന്ന് മാത്രം ചിന്തിച്ച് സമൂഹത്തോടും കുടുംബത്തോടും ചെയ്യേണ്ട ബാധ്യതകൾ ചെയ്യാതെ ഒരു വേഷം കെട്ടിയ ദീനുമായിട്ട് നടക്കുന്ന ആളുകൾ. അത്തരക്കാർ അൻസാറുകളോട് പറഞ്ഞു, നിങ്ങൾ വെറുതെ പ്രവാചകനെ സഹായിക്കാൻ നിൽക്കണ്ട, കാരണം അള്ളാന്റെ കൂട്ടരാണെങ്കിൽ അള്ള അങ്ങ് കൊടുക്കട്ടെ, പടച്ചോനങ്ങ് സഹായിക്കട്ടെ. ആ രംഗത്തെപ്പറ്റി അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തി. ഹുമുല്ലദീന യഖൂലൂന, അവരതാ പറയുന്നു നബിയെ, യഖൂലൂന, അവർ പറയുന്നു, ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാ, അള്ളാഹുവിന്റെ അരികിൽ നിന്ന് പടച്ച റബ്ബിനെ സ്നേഹിച്ചു കൊണ്ടുവന്ന ആളുകൾക്ക് നിങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. ഹത്താ യൻസല്ലു, അവർ ഈ നാട് വിട്ടു പോകുന്നത് വരെ. അവർ മക്കയിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പടച്ചോൻ കൊടുക്കും അവർക്ക്. നമ്മുടെ സ്വത്ത് വെറുതെ കൊടുക്കണ്ട, നമ്മൾ വെറുതെ അവരെ സഹായിക്കണ്ട. ഓൽ അന്യ നാട്ടുകാരല്ലേ, വരുത്തന്മാരല്ലേ, നമ്മളിപ്പോ എന്തിനാ ഓൽക്കൊക്കെ കൊടുത്തിട്ട് എന്ന ഒരു മനസ്സോടെ അവർ പ്രവാചകന്റെ അനുയായികൾക്ക് നേരെ സംസാരമുതിരാൻ തുടങ്ങി. എങ്കിൽ അവരോട് റബ്ബ് ഓർമ്മപ്പെടുത്തി, വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർളി, തീർച്ചയായും ഈ ലോകത്തെക്കാളേറെ ഖജനാവിന്റെ ഉടമ അത് നിങ്ങളുടെ റബ്ബാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ, മുനാഫിക്കീങ്ങൾ അത് മനസ്സിലാക്കാത്തതുകൊണ്ടാ. എന്തുകൊണ്ടാ അവരങ്ങനെ ചിന്തിക്കുന്നത് എന്ന് പോലും അള്ളാഹു ഓർമ്മപ്പെടുത്തി. അഹന്ത കൊണ്ടും അഹങ്കാരം കൊണ്ടും തന്നേക്കാൾ മറ്റൊരുത്തൻ നന്നാവുന്നത് ശരിയല്ല എന്ന ചിന്ത അവന്റെ ഹൃദയത്തിൽ വരാൻ തുടങ്ങും. ഞാനെന്തായാലും ഇങ്ങനെയായി, ഇനിയുള്ളവരൊക്കെ അങ്ങനെയാവട്ടെ, എന്താ എനിക്ക് മാത്രം
അതല്ലെങ്കിൽ അവര് മാത്രം ഒരു മുത്തഖീങ്ങൾ, ഒരു വലിയ ദീനിന്റെ ആൾക്കാർ എന്ന ഒരു മനസ്സവന്റെ ഹൃദയത്തിൽ വരും. ഒരു തരം അഹന്ത, ഒരു തരം അഹങ്കാരം. ഇങ്ങനത്തെ മനുഷ്യന്മാർ കുറെ ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ. എന്തെങ്കിലും ഒരു നല്ലത് കണ്ട അതിൽ നെഗറ്റീവേ കാണൂ. ഒരു സാധു പെണ്ണിന് ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാൻ വിചാരിച്ച കുടുംബത്തിൽ ചിലർ പറയാറില്ലേ, എന്തോ ഒരു കുഴപ്പമുണ്ട്, മക്കളുണ്ടാവൂല, ചിലപ്പോ എന്തോ ഉള്ളു സൂക്കേടുണ്ടാകും, അല്ലാണ്ടോ ആ പെണ്ണിനെ കിട്ടൂല. ഗൾഫിൽ പോയി 4 വർഷം കൊണ്ട് നല്ല ജോലിയും സമ്പാദിച്ച് നല്ല ശമ്പളമായിട്ട് നാട്ടിൽ വന്നൊരു വാഹനം എടുക്കുമ്പോഴേക്കും നാട്ടിലെ ചിലർ പറയും ആള് മുക്കിപ്പോന്നതാ, അറബീനെ കട്ടുപോന്നതാ, എന്തോ ഉണ്ടാക്കി അല്ലാത്ത നിലക്ക് ഉണ്ടാക്കിപ്പോന്നതാ എന്ന് പറയുന്നൊരു മനോഭാവം. മറ്റൊരുത്തൻ നന്നാവുന്നത് ഇഷ്ടമുണ്ടാവൂല, ഞാൻ കേടായിപ്പോയതിൽ യാതൊരു സങ്കടവും ഉണ്ടാവൂല. പക്ഷെ ജനങ്ങളെ മുൻപിൽ ഞാൻ അത്യാവശ്യം തിരക്കേടില്ലാതെ ജീവിക്കുന്നോനാ എന്ന് ബോധ്യപ്പെടുത്താനോ മത്സരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാ നബി അവരങ്ങനെയായിപ്പോയത്? ഫത്വബഅ അലാ ഖുലൂബിഹിം ഫഹും ലാ യഫ്ഖഹൂൻ. അവരെ ഹൃദയത്തിന്റെ മേലെ അള്ളാഹു ഒരു മൂടി വെച്ച് കളഞ്ഞു. അതുകൊണ്ട് തന്നെ എന്നോ പഠിച്ച ചിലത് അവരങ്ങനെ ചെയ്യുന്നല്ലാതെ വേറൊന്നും ഓല മനസ്സുക്ക് കയറൂല നബിയെ. ഇത്തരക്കാരുടെ രണ്ടാമത്തെ സ്വഭാവം ഏത് കാര്യത്തിലും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കും. എന്ത് കാര്യം കണ്ടാലും അതിലൊരു കുത്തിത്തിരിപ്പ്, ഒരു കാരണം ഉണ്ടാവൂല. ആ കുത്തിത്തിരിപ്പുണ്ടാക്കിയതിനു ശേഷം സ്വയം കൈ കഴുകിക്കൊണ്ട് പറയും, എന്റെ ഉദ്ദേശം നല്ലത് മാത്രാട്ടോ, എന്റെ ഉദ്ദേശം നല്ലത് മാത്ര. ഒരു കല്യാണാലോചന വരുമ്പോ ഒരു പക്ഷേ 4 തലമുറകൾക്ക് മുൻപിലുള്ള വല്യമ്മക്ക് എന്തോ ഒരു സുക്കേടുണ്ടാകും. അവസാനം അന്വേഷണത്തിന് കാണാൻ വന്ന ചെറുപ്പക്കാരൻ ഇരുത്തിയിട്ടോ പെണ്ണിന്റെ കുടുംബക്കാരിരുത്തിയിട്ടോ ചില കാരണന്മാർ വയ്ക്കൂലേ, ഇന്ന തറവാട്ടിലെ അതിന്റെ മേലത്തെ തറവാട്ടിലെ ശരിയാക്കൊന്ന് ആലോചിക്കണം. എന്തേ 3 തറവാട് മേലുള്ള വല്യമ്മാക്ക് ഒരു മുച്ചിറുണ്ടായിട്ടുണ്ട്, വല്യപ്പാക്ക് എന്തോ ഒരു അംഗവൈകല്യമുണ്ട്, അതുകൊണ്ട് 4 തലമുറകൾക്ക് ശേഷമുള്ള എന്റെ പേരക്കുട്ടീന്റെ കല്യാണം മുന്നോട്ട് പോയാൽ എന്റെ കുട്ടിക്ക് ചിലപ്പം വൈകല്യം വരും എന്നൊരു കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് കുടുംബക്കാരോട് ആ ബന്ധം അടക്കിയിട്ട് പറയും, എന്റെ ഉദ്ദേശം നല്ല കേട്ടോ, എന്റെ ഉദ്ദേശം നല്ല തന്നെയാട്ടോ എന്ന് പറയുന്നൊരു മനോഭാവക്കാര്. അവരല്ലാനെ പിടിച്ച് സത്യമിടും, പടച്ചോനാണ്, അള്ളയാണ്, റബ്ബാണ് എന്ന് പിടിച്ചിട്ട് ഒരു സത്യടയും ചെയ്യും. ഇതെല്ലാ രംഗത്തുണ്ട്. വാഹനത്തിന്റെ കച്ചവട രംഗത്ത്, ഉൽപ്പന്നത്തിന്റെ കച്ചവടത്തിന്റെ രംഗത്ത് പടച്ചോനാണേ നേര് ഇന്നൽ കൊണ്ടുവന്നതാ, റബ്ബാണേ നേര് ഇന്ന് പിടിച്ചതാ എന്ന് പറയുന്നൊരു മനസ്സും അവർക്കുണ്ടാകും. പെരുന്നുണയന്മാരാണവർ. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തി നബിയെ, ഇത്തഖദു ഐമാനഹും ജുന്നത്തുൻ. എല്ലാവരും അത്തരക്കാരി എന്ന അർത്ഥത്തിലല്ല, പക്ഷെ ഈ മനസ്സ് കൊണ്ടടക്കുന്ന ആളുകൾ രൂപം കൊണ്ട് മുസ്ലിമീങ്ങളായിരിക്കും, ചിഹ്നം കൊണ്ട് മുസ്ലിമീങ്ങളായിരിക്കും. ആ ചിഹ്നം കൊണ്ടവൻ മറ്റുള്ളവരെ ചൂഷണം ചെയ്യും. വരുന്ന ആളുകൾ നോക്കിയിട്ട് പറയും, ആള് നല്ല ദീനാന്ന് തോന്നുന്നുണ്ട്, നല്ല കുപ്പായം, നല്ല രൂപം, നല്ല താടി, നല്ല മീശ, നല്ല ഡ്രസ്സ്, നെരിയാണിക്ക് മേലെ നല്ല പർദ്ദ, നല്ലതാന്ന് തോന്നുന്നുണ്ട്, ക്യാഷിലിരിക്കുന്നോ കുഴപ്പമില്ല, കണ്ടിട്ടൊരു ദീനീ ലുക്കുണ്ട് എന്ന് പറഞ്ഞ് ചൂഷണം ചെയ്യുന്നവർ. ഇത്തഖദു ഐമാനഹും ജുന്നത്തുൻ. നബിയെ, അവരവരുടെ ശബ്ദത്തെ ഒരു പരിചയാക്കുകയാ, കള്ളത്തരത്തിലുള്ള പരിച. അവരുടെ ജീവിതം ഒരു പരിചയാ നബിയെ. അവര് ചെയ്യുന്ന തോന്നിവാസത്തിനൊരു പരിച. വസദ്ദു അൻ സബീലില്ലാ. യഥാർത്ഥത്തിൽ പടച്ചോന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയാണവര്. അള്ളാനെ ഭയപ്പെട്ട് ജീവിക്കണം എന്ന് ചിന്തിച്ചിട്ടൊരു വാപ്പ പറഞ്ഞു, വീട്ടുകൂടലിന് പ്രത്യേകിച്ച് ഏർപ്പാടൊന്നുമില്ലല്ലോ, ദബിത്തങ്ങൾ പറഞ്ഞതെന്താ, ഫർലായ നിസ്കാരങ്ങൾ പള്ളിയിനെ പാടുള്ളൂ, സുന്നത്തെന്ന് വീട്ടിന്ന് നടക്കട്ടെ. പരക്കാരൻ ഈ ഖുതുബയൊക്കെ കേട്ട് ഓന്റെ മനസ്സിന്റെ ഈമാനിനനുസരിച്ചിട്ട് തീരുമാനിച്ചു, നമ്മളെ വീട്ടുകൂടലിന് എല്ലാവരും ഒരു സുന്നത്ത് പൊരേന്ന് നിസ്കരിച്ചിട്ട് ജമാഅത്തിന് പള്ളിക്ക് പോയിക്കോട്ടെ. കേട്ട കുടുംബത്തിലെ ചിലർ പറഞ്ഞു, അതെങ്ങനെയാ ശരിയാവുക, അങ്ങനെ ഒരു ഏർപ്പാട് നമ്മളെ കുടുംബത്തിൽ ഇല്ലല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും ഒരു സുബീക്ക് ജമാഅത്ത് നടത്തലുണ്ട്, നമുക്കത് നടത്തുന്നതിനിപ്പോ എന്താ, എന്റെ ഉദ്ദേശം നന്മ മാത്രമേ ഉള്ളൂ കേട്ടോ, എല്ലാവർക്കും ഒരു അലോഗ്യം വേണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ, എല്ലാവരും എന്റെ പൊരക്കൂടലിന് വന്നോട്ടെ എന്ന് കരുതിയിട്ടാ, ഇയായിട്ട് പുതിയൊരു ഏർപ്പാട് തുടങ്ങണ്ട, ഇനി പറഞ്ഞു തന്നതിന് അളാപ്പനോട് എനിക്ക് ദേഷ്യം തോന്നണ്ട, എന്റെ ഉദ്ദേശം നല്ലത് മാത്രം. വസദ്ദു അൻ സബീലില്ലാ. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് തടയാണവര്. പടച്ചോൻ ഇഷ്ടപ്പെട്ട വഴിയിൽ നിന്നും തെറ്റിച്ചിട്ടവര് പറയും, ഇന്നഹും സാഅമാക്കാനു. എന്നിട്ട് റബ്ബ് ഓർമ്മപ്പെടുത്തുന്നു, ഇന്നഹും സാഅമാക്കാനു യഅമലൂൻ. നിങ്ങൾ കാരണം അത് ചെയ്യേണ്ടി വന്നവരെക്കാൾ ഗതികെട്ട പര്യവസാനമായിരിക്കും ഈ നന്മ മുടക്കികൾക്കും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർക്കും. എന്നിട്ട് അവരോട് റബ്ബ് ഓർമ്മപ്പെടുത്തി അവരുടെ ഏറ്റവും വലിയ ലക്ഷണം എന്തെന്നറിയുമോ നബിയെ? വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർളി. വടങ്ങനെ ഉണ്ടാക്കല്ലേ, നിങ്ങളൊരു കുഴപ്പമുണ്ടാക്കില്ലേ, അതങ്ങിന്റെ ഭംഗിക്ക് നടക്കട്ടെ, പടച്ചോൻ ഇഷ്ടപ്പെട്ട മാതിരി നടക്കട്ടെ
എന്ന് പറയുമ്പം ഖാലു അവര് പറയും ഇന്നഹാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ നല്ലതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ട്ടോ, ഞങ്ങൾ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, എന്റെ ഉദ്ദേശവും നല്ലതാണ് എന്ന് പറഞ്ഞവർ കയ്യൊയ്യുന്നതും കാണാം. ഇവരാണ് നബിയെ യഥാർത്ഥത്തിൽ സൂക്ഷിക്കേണ്ട ശത്രുക്കൾ. അവരെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ മുനാഫിക്കീങ്ങളെപ്പറ്റി അള്ളാഹു പ്രയോഗിച്ചത് അങ്ങനെ ഒരാൾ നിങ്ങളെ കുടുംബത്തിലുണ്ടോ, നിങ്ങളുടെ സൗഹൃദത്തിലുണ്ടോ, ഉറുമ്പരിച്ചു വരുന്നത് പോലെ നിങ്ങളിലേക്കും ആ നിഫാക്ക് തരിച്ചരിച്ചു വരും. ആ സുഹൃത്ത് നിങ്ങളെ നശിപ്പിക്കും, ആ ബന്ധു നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളെ കുടുംബത്തിന്റെ സ്വൈര്യമോ നഷ്ടപ്പെടുത്തും. അത് പ്രായം കൂടിയ വാപ്പാരാണെങ്കിലും പ്രായം കുറഞ്ഞവരാണെങ്കിലും ശരി, ഈ നിഫാക്കത്ത് കൊണ്ടു നടക്കുന്ന ആര് കുടുംബത്തിലുണ്ടോ ആ കുടുംബത്തിലേക്ക് അവൻ പല അബദ്ധങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് റബ്ബ് തന്നെയാ ഒരു ഉപമയിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ കുടുംബത്തിൽ ഒരു പൊള്ളത്തടിയാണോ? നമ്മളിലൂടെ എത്ര ഫിത്ന കുടുംബത്ത് കയറിയിട്ടുണ്ട്, നമ്മളിലൂടെ എത്ര ഫിത്ന സൗഹൃദങ്ങളിൽ കയറിയിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കൾക്ക്, എന്റെ കുടുംബത്തിന് ഞാനൊരു ഉപകാരമില്ലാത്ത പൊള്ളയായ തടിയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുമ്പോഴേ നമ്മളൊരു മുനാഫിക്കാണോ അല്ല യഥാർത്ഥ മുസ്ലിമാണോ എന്ന് നമുക്ക് പോലും ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാ മുനാഫിക്കുകളുടെ പേര് അള്ളാഹ് അറിയിച്ചു കൊടുത്തപ്പോ ആദ്യം ഓടിക്കതച്ച് കണ്ണീരോടെ വന്നത് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞാൻ ചെയ്തതൊക്കെ ഒരു നിഫാക്കായിട്ട് പടച്ചോന് തോന്നുന്നുണ്ടോ എന്നൊരു പേടി, എന്റെ പേരതിലുണ്ടോ നബിയെ, എന്റെ പേരതിൽ വന്നിട്ടുണ്ടോ റസൂലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കരയുന്നത് ഞാൻ പടച്ചോന് വേണ്ടി ചെയ്തത് ജനങ്ങൾ കണ്ടിട്ട് ഞാൻ വലിയ മുത്തക്കിയാന്ന് പറഞ്ഞതിന്റെ പേരിൽ പടച്ചോൻ എന്നെ ആ നിഫാക്ക് കൂട്ടിയോ എന്നുള്ള ബേജാറുകൊണ്ടാ. ജനങ്ങൾ പറയുന്നതല്ല, പടച്ചോൻ നമ്മളെപ്പറ്റി പറയാൻ വേണ്ടിയാ നമ്മൾ ജീവിക്കേണ്ടതും നമ്മൾ അള്ളാന്റെ ദീനിനെ സ്നേഹിക്കേണ്ടതും. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മുനാഫിക്കിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിന്റെ 114 സൂറത്തുകളും പരിശോധിച്ചു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വഴിവിട്ട് ജീവിച്ച മഹാവൃത്തികേട് ചെയ്ത ആളുകളുടെ പര്യവസാനം എങ്ങനെ എന്ന് അള്ളാഹു അവരുടെ ശിക്ഷാവിധിയുടെ അവസ്ഥയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നില്ല. ഒരു വ്യഭിചാരിക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയെപ്പറ്റി പറയുന്നുണ്ട്, അത് പൊരുത്തപ്പെട്ടേക്കാം എന്നും പറയുന്നുണ്ട്. ഒരു സാമ്പത്തിക ഇടപാടിൽ അക്രമം കാണിച്ചവൻ അള്ളാഹു പൊറുത്തേക്കാം, എന്നാൽ അവൻ ഇന്ന ശിക്ഷകൾ കബറിലുണ്ടാകും എന്ന് പറയുന്നുണ്ട്. എന്നാൽ അള്ളാഹു വെറുപ്പോടുകൂടി ആ നരകത്തിന്റെ അടിത്തട്ടിലാണവർ എന്നുറപ്പിച്ചു പറയുന്നത് മുനാഫിക്കീങ്ങളായ ആളുകളെ കുറിച്ച് മാത്രമാണ്. മറ്റുള്ള ശിക്ഷകളൊക്കെ ഇങ്ങനെയുണ്ട്, അതൊക്കെ ലഭിച്ചേക്കാം എന്നൊക്കെ പറയുന്ന റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഇന്നൽ മുനാഫിക്കീന, തീർച്ചയായും ഈ വേഷം കെട്ടി ജീവിക്കുന്ന ആളുകൾ, തോളിലിരുന്ന് ചെവികടിച്ച് ജീവിക്കുന്ന മുനാഫിക്കീങ്ങൾ, ചേർന്നു നിന്ന് ചതിക്കുന്ന മുനാഫിക്കീങ്ങൾ, വേണ്ടാത്തടത്തും വേണ്ടടത്തും കുത്തിത്തിരിപ്പായിട്ടിറങ്ങുന്ന ഇത്തരത്തിലുള്ള മുനാഫിക്കീങ്ങൾ, ഇന്നൽ മുനാഫിക്കീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, അവർ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. ഏറ്റവും ചൂട് ബാധിക്കുന്ന നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും മുനാഫിക്കീങ്ങൾ. വലൻ തജിദലഹും നസീറ, ഒരു സഹായിയെയും അവരവിടെ കാണുകയില്ല, ഒരു സഹായിയെയും അവർക്ക് അല്ലാഹു ഉടമപ്പെടുത്തി കൊടുക്കുകയില്ല. ബാക്കി അബദ്ധങ്ങളും കുറ്റങ്ങളും ചെയ്തവർക്കൊക്കെ ശുപാർശകന്മാരുണ്ടാകുമ്പോ ഇങ്ങനെ വെറുതെ വേഷം കെട്ടി മുസ്ലിമിന്റെ പേരും മുസ്ലിമിന്റെ കോലവും വെച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കുകയും കുടുംബത്തെ പറ്റിക്കുകയും സമൂഹത്തിന്റെ മുൻപിൽ വേഷം കെട്ടുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹു പരിചയപ്പെടുത്തിയത് നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. സഹാബത്ത് ചോദിച്ചു, നബിയെ, മുനാഫിക്കീങ്ങളെ വേഗം മനസ്സിലാക്കാനുള്ള ഒരു ലക്ഷണം എന്താ? ആയത്തുൽ മുനാഫിക്കി സലാസുൻ, 3 ലക്ഷണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അഥവാ അവർ സംസാരിക്കുകയാണെങ്കിൽ
അവരെങ്ങാനും സംസാരം തുടങ്ങിയാൽ കദിബ, കള്ളത്തരായിരിക്കും പറയാ. ഇന്ന് ചില ആൾക്കാർ പറയലില്ലേ, വാക്കല്ലേ മാറ്റാൻ പറ്റൂ, തലയൊന്നും മാറ്റാൻ പറ്റൂലല്ലോ. അത്ര ലഘുവായിരിക്കും അവർക്ക് വിഷയങ്ങൾ. വെറുതെ കള്ളത്തരം അങ്ങോട്ട് പടച്ചു വിടുക, എന്നിട്ട് അതിന്റെ പേരിൽ ലാഭം ഉണ്ടാക്കുക. നുണ കുറെ അങ്ങോട്ട് പടച്ചു വിടുക, അതിന്റെ ലാഭം അങ്ങോട്ട് അവനാന്റെ പേരിലേക്ക് ആക്കുക. എന്നിട്ട് പറയും ജീവിക്കണ്ടേ. ഇപ്പൊ ആരാ കളവറിയാത്ത്? തല മാറ്റാൻ പറ്റൂലല്ലോ, വാക്കല്ലേ മാറ്റാൻ പറ്റൂ എന്ന് ചോദിക്കുന്ന വാക്കിന് നേരും നെറിയും കൊടുക്കാത്ത വ്യക്തികൾ. രണ്ടാമത്തത് വിശ്വസിച്ചാൽ ചതിക്കും. വിശ്വാസത്തോടുകൂടി അവനെ സമീപിക്കുമ്പോ അവന്റെ മനസ്സിലുള്ളത് ഓന്റെ കുടുംബമൊന്നും അല്ലല്ലോ, ഇപ്പൊ ഓനെ നന്നാക്കിയിട്ടെന്താ? കണ്ട പരിചയം, കേട്ട പരിചയം, അറിഞ്ഞ പരിചയം, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന വിശ്വസിച്ചതല്ലെങ്കിൽ മറ്റൊരാൾ വിശ്വസിച്ച് ചെല്ലുമ്പോൾ ഉള്ളുകൂടെ ചതിക്കും. ബന്ധങ്ങൾക്കൊരു വിലയും കൊടുക്കാതെ അവനാന്റെ ചോരന വരെ ചതിക്കും. അവനാന്റെ ചോരന വരെ ചതിക്കും. ഒരു വാപ്പാന്റെ ഉമ്മാന്റെയും ഗർഭത്തുനിന്ന് വന്നതാണെന്നും ഒരു ഉമ്മാന്റെ മുലപ്പാല് കുടിച്ചതാണെന്നുള്ള ഒരു ബോധം ഉണ്ടാവില്ല. വിശ്വസിച്ചാൽ ചതിക്കും. എന്തെങ്കിലും വാഗ്ദാനം ചെയ്താ പിന്നെ അതിനെപ്പറ്റി യാതൊരു മുണ്ടാട്ടവും ഉണ്ടാവില്ല. ആ വാഗ്ദാനം ലംഘിക്കും. അത് ചെറിയ കുട്ടികളോടാണെങ്കിലും. ഒരിക്കൽ മക്കൾക്ക് മധുരം കൊടുക്കാമെന്ന് പറയുമ്പോൾ നബി തങ്ങൾ പറയുന്നുണ്ട്, കൊടുക്കെങ്കിലേ വാഗ്ദാനം കൊടുക്കാവൂ, ഇല്ലെങ്കിൽ കൊടുക്കരുത്. എനിക്ക് കൊടുക്കാൻ പറ്റെങ്കിലെങ്കിൽ കൊടുക്കാവൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്യരുത്. അത് പറയാനുള്ള കാരണം മക്കളെ പറ്റിച്ചാൽ പോലും അത് വാഗ്ദത്ത ലംഘനമെന്നാണ്. ഇന്ന് പലരും പല വാക്കും കൊടുക്കും വെറുതെ തൽക്കാല നേരത്തെ രക്ഷപ്പെടാൻ വേണ്ടി. ഇതൊക്കെ മുനാഫിക്കങ്ങളുടെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. വിശ്വാസികളിലെ ആദ്യകാലഘട്ടത്തിലെ മുനാഫിക്കങ്ങളായ ഖവാരിജകൾക്കുണ്ടായ അതേ ലക്ഷണം. ഇത്തരക്കാരുടെ ഹൃദയത്തിലേക്ക് പിന്നെ ദീൻ വരുമ്പോൾ തൂക്കി വെക്കുന്ന, ഇത് സ്വീകരിക്കണോ അല്ലെ അതാണോ നല്ലേ, അപ്പോൾ തീരുമാനിക്കും. എല്ലാവരും ചെയ്യുന്ന ഇതായതുകൊണ്ട് ദീൻ അങ്ങോട്ട് മാറിക്കട്ടെ. ഇന്നതല്ലേ സംഭവിക്കുന്നത്? ഇന്നതല്ലേ ഓരോരുത്തരും ചെയ്യുന്നത്? എല്ലാവർക്കും താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ അങ്ങനെ അങ്ങ് നടന്നോട്ടെ. എന്തേ? അതുകൊണ്ട് ഗാനമേള വന്നോട്ടെ, എല്ലാ പടകം പൊട്ടിക്കലും വന്നോട്ടെ, എന്തും വന്നോട്ടെ, എല്ലാവരും പറഞ്ഞ് അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഗാനമേള ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, തുള്ളലായിക്കോട്ടെ. അവിടെ പടച്ചോന്റെ ദീനുമായിട്ട് ഇങ്ങനെ ചേർത്ത് നോക്കുമ്പോൾ മുനാഫിക്കങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം തോന്നുന്നത് എന്തായിരിക്കും? അള്ളാഹ്ക്കെതിരുള്ളതായിരിക്കും തോന്നുക. എന്നിട്ട് അവർ സ്വയം കുറ്റബോധം മറയ്ക്കാൻ മനസ്സ് ചിന്തിക്കും, ഇതിപ്പോ ആരോ ചെയ്യാത്തതാണോ, ആരോപ്പതൊക്കെ ചെയ്യാണ്ടിരിക്കലുണ്ടോ എന്ന് ചിന്തിച്ചു കളയുകയും ചെയ്യും. നമ്മൾ ഏത് കൂട്ടരിലാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വന്തത്തോട് ചോദിക്കുക. തിരുത്താനും മാറാനും പടച്ചോൻ അവസരം തന്നൊരു ദിവസം കൂടിയാണ് ഇന്നെനിക്ക് പുലർന്നു കിട്ടിയത് എന്ന് ചിന്തിക്കുന്ന വിശ്വാസിയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. ഇന്ന് പടച്ചോനിക്ക് ആയുസ് തന്നിട്ടുണ്ടേ അതൊന്ന് മാറി ചിന്തിക്കാനാണ്. അല്ലാണ്ട് എനിക്ക് ഇന്ന് അത് ചെയ്യാനും നാളെ പോകാനും മറ്റന്നാൾ ടൂറുവാനും ഒക്കെ പടച്ചോൻ ഞാൻ നീട്ടിത്തരികയാണ് എന്നല്ല ആയുസിനെ പറ്റി ചിന്തിക്കേണ്ടത്. ആ ചിന്തയാണ് ഒരു നല്ല മുസ്ലിമിന്റെ ചിന്ത. ഓരോ ദിവസവും രാവിലെ മുസ്ലിമായോ വൈകുന്നേരം മുസ്ലിമായിരിക്കും, വൈകുന്നേരം മുസ്ലിമായോ രാത്രി മുസ്ലിമായിരിക്കും. ആ മനസ്സോടുകൂടി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുകൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബേ, നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. നാഥാ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് റബ്ബേ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകിയവരോട് കരുണ കാണിക്കുകയും ആ പരീക്ഷണത്തെ ക്ഷമയോടെ നേരിടാൻ അവർക്ക് നീ തൗഫീക്ക് നൽകുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ആജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചോദിച്ചവരുണ്ട്. മരണപ്പെട്ടു പോയ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും നിന്റെ സ്വർഗത്തിൽ അവസരം നൽകി ഖബർ ജീവിതം മഅ്ഫറത്തും മർഹമത്തും കൊണ്ട് അവർക്ക് ധന്യമാക്കി കൊടുക്കണമേ. നാദാ, ഞങ്ങളുടെ മക്കൾക്ക് നല്ല അറിവ് നേടാനും ആ അറിവ് ദുനിയാവിലും ആഖിറത്തിലും നല്ല നിലക്ക് ഉപയോഗിക്കുന്ന മക്കളായി കുടുംബമായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അസുഖം ബാധിച്ച് വെന്റിലേറ്ററിലടക്കം കിടക്കുന്ന ആളുകളുണ്ട് റബ്ബേ. അസുഖങ്ങളെല്ലാം ശിഫ നൽകി ആരോഗ്യത്തോടെ ഇസ്സത്തോടെ ജീവിക്കാൻ ഓരോ രോഗികൾക്കും നീ തൗഫീക്ക് നൽകണമേ. നാദാ, കടബാധ്യതയിൽപ്പെട്ടവരുണ്ട്, ഹറാമായ ലോണ് പോലെയുള്ള വിഷയത്തിൽ അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട്. അതിൽ നിന്നെല്ലാം ശുദ്ധമായി ഹലാലായ സമ്പാദ്യത്തോടെ ബാധ്യതകൾ തീർത്തു മരിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാദാ, ജീവിതം കൊണ്ടൊരിക്കലും മുനാഫിക്കാവാതെ നീ ഇഷ്ടപ്പെടുന്ന ഒരു മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ
ജീവിതത്തിലും സ്വഭാവത്തിലും ഇടപാടുകളിലും എവിടെയാണോ റബ്ബെ ഹക്ക്, ആ ഹക്കിന്റെ കൂടെ നിൽക്കാനുള്ളൊരു ഈമാനിക മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ. ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസപ്പെടുന്ന മുസ്ലിമീങ്ങൾക്ക്, ഗസയിലടക്കം ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങൾക്ക് ആത്യന്തികമായ വിജയവും സമാധാനവും നൽകി ഓരോ രാഷ്ട്രങ്ങളോടും, അറബ് രാഷ്ട്രങ്ങളോടും, ഓരോ മുസ്ലിം സഹോദരങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ.